തിങ്കളാഴ്ച രാവിലെ തന്നെ ഞാൻ എണീക്കണമെന്ന് പറഞ്ഞു. എന്റെ വീട്ടുകാർ വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്നെ മൊത്തം TV കാണിക്കണം, എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ എണീക്കണത്. അതെ, കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കേറാൻ. കാറിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് നിരത്തിലിറക്കിയ വ്ളോഗർ സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? എന്നാലും എന്റെ പഹയ നിനക്ക് വരാൻ തോന്നിയല്ല. എങ്ങനെ വരാണ്ടിരിക്കും? സർക്കാർ സംവിധാനങ്ങളെയും മാധ്യമങ്ങളെയും ഒക്കെ തന്നെ പരിഹസിക്കുക. ഇതിൽ ഏറ്റവും ഗൗരവമായി കാണുന്ന വിഷയം 10 ലക്ഷം രൂപ ചെലവിട്ടാൽ പോലും തനിക്ക് കിട്ടാത്ത പ്രശസ്തി ഈ ഒരു മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിന്റെ ഒരു സംവിധാനം ഒരു നടപടി എടുത്താൽ ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. സത്യം പറഞ്ഞ ഒരു 10 ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പൊന്നപ്പച്ചേട്ടാ, എല്ലാരെയും വിളിച്ചോ, ഇന്ന് എന്റെ വക മേളക്കാരെയും വിളിച്ചോ, ഒന്ന് കൊഴുക്കട്ടെ. ബ്ലോഗർ സഞ്ജു ടെക്ക് സ്വിമ്മിംഗ് പൂളാക്കിയ വാഹനം RTO എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു എന്ന വാർത്ത വരുന്നു. സഞ്ജു ടെക്കിയും കൂട്ടരും യൂട്യൂബിൽ പൂളുണ്ടാക്കി കാറും എടുത്ത് റോഡിലിറങ്ങിയത്. കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആവേശം സിനിമയിലെ അമ്പാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO. സഞ്ജു ടെക്കി എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? നമ്മൾ ഭയങ്കര പോപ്പുലർ ആയിരിക്കണം. എസ്പെഷ്യലി നമ്മുടെ മീഡിയക്കാർക്കാണ് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത്. കാരണം നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര റീച്ച് ആകത്തില്ല. എന്നെ കണ്ടാലേ സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പുതപ്പിക്കാൻ നോക്കിയതാ. നമ്മൾ എത്ര കുളിര് കണ്ടതാ. TV മാത്രമല്ല ഗൈസ് നമ്മൾ റീച്ച് ആയിട്ടുള്ളത്. ഗൈസ് പത്രം തുറന്നാ അവിടെ അത് പത്രത്തിന്റെ അങ്ങനെ വീണ്ടും ഒരു വ്ളോഗ് ഇട്ട് കുടുക്കിലായിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി വരുമ്പോൾ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലല്ലോ. തഞ്ചത്തിൽ നിന്ന് പൂച്ചക്കുഞ്ഞിനെ എടുക്കുന്ന പോലെ ചെവി തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞാ മതി. ഇല്ലേലേ ചിലപ്പോ മോള് പുറത്താവും. എസ്പെഷ്യലി നമ്മുടെ മീഡിയക്കാർക്കാണ് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത്. കാരണം നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര റീച്ച് ആകത്തില്ല. TV മാത്രമല്ല ഗൈസ് നമ്മൾ റീച്ച് ആയിട്ടുള്ളത്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ സോഫി ആരാണ് നാളെ അറിയാം. നമ്മുടെ വീഡിയോ കണ്ടതിനെ തുടർന്ന് MVD നമ്മളെ കോൺടാക്ട് ചെയ്തായിരുന്നു. അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ നമ്മളെ വിളിപ്പിച്ച് ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെയൊക്കെ എയർ ബാഗ് വെട്ടും. സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇത്ര സീൻ ആവുമെന്ന്. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ് കഴിഞ്ഞ അടുത്ത 3-ാം തീയതി മലപ്പുറത്ത് വെച്ച് നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇത് തനിക്ക് കുടുംബത്തോടൊപ്പം പോകാൻ ലഭിച്ച ഒരു ടൂറാണ്. ഓ, നമ്മള് പറഞ്ഞ അവിടെ ആര് കേൾക്കാനാ? പിന്നെ ഗൈസ് കുറെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ അമ്പാനെ കോപ്പി അടിച്ചു, അമ്പാൻ സ്റ്റൈൽ കോപ്പി അടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സത്യം പറഞ്ഞ ഈ സീൻ പണ്ടേ വിട്ടു. അങ്ങനെയാണെങ്കിൽ ആവേശം സിനിമ നമ്മളൊക്കെ കോപ്പി അടിച്ചെന്ന് വേണം പറയാൻ. കഴുതയ്ക്കും കച്ചേരിക്കും തമ്മിൽ എന്താ ബന്ധം? ഈ കഴുത എന്ന് ഉദ്ദേശിച്ചത് തന്നെയാണോ? ഒരു കഴുതയ്ക്ക് കാര്യം മനസ്സിലായി. ആശാന ഒരു മിനിറ്റ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ലേ?